രാജ്യമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബംഗളൂരുവിലെ ശിവാജി നഗർ മസ്ജിദിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇങ്ങ് ബംഗളൂരുവിൽ നിന്നും ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ശിവാജി നഗറിലാണുള്ളത്. ശിവാജി നഗറിൽ ധാരാളം മസ്ജിദുകളുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈദ്ഗാഹ് നമസ്കാരങ്ങളൊക്കെയും അതിരാവിലെ തന്നെ കഴിയും. ഏതാണ്ട് 7 മണിക്കുള്ളിൽ പൂർണ്ണമായും കഴിയും. അതിനുശേഷമാണ് പിന്നീട് പ്രധാനമായും മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നമസ്കാരമൊക്കെയും നടക്കുന്നത്, ഈദ് നമസ്കാരം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മസ്ജിദ് അനസ് ബിൻ മാലിക്കിലാണ് ഞാനുള്ളത്. അതിൻ്റെ മുന്നിലാണ് വിശ്വാസികളൊക്കെയും രാവിലെ തന്നെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശി പെരുന്നാളിൻ്റെ ആ ഒരു പൊലിവോടുകൂടി പെരുമയോടുകൂടി എത്തിച്ചേരുകയാണ്. അവർ അകത്തേക്ക് വരുന്നു. കുട്ടികളടക്കമുള്ളവർ ഇതാ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവരൊക്കെയും അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ആ പെരുന്നാളിൻ്റെ ആ ഒരു ഇശലോടുകൂടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ടൊരു അല്പസമയത്തിനുള്ളിൽ തന്നെ നിസ്കാരം നടക്കുമെന്നാണ്. തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാണ്. ഈ പ്രദേശത്ത് തന്നെ ശിവാജി നഗറിലായി തന്നെ 6ഓളം പള്ളികളുണ്ട്. പല സമയത്ത് വിശ്വാസികൾക്ക് അനുയോജ്യമായി എത്താൻ വേണ്ടി ഒരു സമയക്രമമൊക്കെ നടത്തി ആണ് അവർ അത് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുതൽ ഏതാണ്ട് ഇനി ഒരു 2 മണിക്കൂർ വരെയായി പല പള്ളികളിലും പല നേരങ്ങളിലായി നമസ്കാരം നടക്കും. ചെറിയ കച്ചവടക്കാരുമൊക്കെ ഇവിടെ ഈ സൈഡുകളിലായിട്ടുണ്ട്. ഈ തൊപ്പിയും ഒപ്പം തന്നെ സുഗന്ധങ്ങൾ, ഈ അത്തറായിക്കോട്ടെ, ചെറിയ ഊതുകളായിക്കോട്ടെ, അപ്പോൾ അതൊക്കെ കമ്മീസും ഒക്കെ വെച്ചിട്ട് കച്ചവടം നടത്തുന്ന നിരവധി കച്ചവടക്കാരുമുണ്ട്. എന്തായാലും പെരുന്നാളിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം രാവിലെ പള്ളിയിൽ വരിക എന്നുള്ളതാണ്. ആ പള്ളിയിൽ വന്ന് നമസ്കരിച്ചതിനു ശേഷം പിന്നീട് ഈ മരിച്ചവരെ അവരുടെ കബറിടങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പിന്നീട് ബന്ധുവീടുകൾ സന്ദർശിക്കുക, നല്ല ഭക്ഷണം ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് ഭക്ഷിക്കുക, ഇതൊക്കെ ഏറ്റവും പ്രധാനമാണ്. അത് ബംഗളൂരുവിലും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഏതായാലും ബംഗളൂരു നഗരവും ഒപ്പം തന്നെ മറ്റിടങ്ങളുമൊക്കെ പെരുന്നാൾ പൊലിവിൽ തന്നെയാണ്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ബംഗളൂരു.